ആൾക്ക് അല്ലാഹു തആല ചില പവറുകളൊക്കെ വകവെച്ചു കൊടുത്തതാണ്. അതേതാ? അർരിജാലു ഖവ്വാമൂന അലന്നിസാ. അതിനി പുരുഷനും സ്ത്രീയും കൂടെ മനസ്സിലാക്കേണ്ടതാണ്. നിക്കാഹ് നടത്തുമ്പോ രണ്ടാക്കും കൂടി ഒപ്പം ചൊല്ലിക്കൊടുക്കലുണ്ട്, ഓരോരുത്തർക്കും ഓരോന്നും ചൊല്ലിക്കൊടുക്കലുണ്ട്. ഇതിപ്പോ രണ്ടു കൂട്ടർക്കും ബാധകാണ്. അർരിജാലു ഖവ്വാമൂന അലന്നിസാ. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നത് പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഖവ്വാമൂന അലന്നിസായി. അതിനിപ്പോ നേർക്കുനേരെ നമ്മളെ പഴയ ഉസ്താദുമാരെ അർത്ഥം വെച്ചാല് പെണ്ണുങ്ങളെ കാര്യങ്ങളൊക്കെ നോക്കിപ്പോരേണ്ടവരാണ്. അങ്ങനെ അതായത് അവർക്ക് എന്തൊക്കെ കുറവുകളും കുറ്റങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടോ എല്ലാം ശരിക്കും ഒരു വാച്ച്മാന്റെ ഡ്യൂട്ടി, ഒരു ഫോർമാന്റെ ഡ്യൂട്ടി. അങ്ങനെയാണ് അർരിജാൽ പൊതുവെ ഖവ്വാമൂന അലന്നിസാ, സ്ത്രീകളുടെ ഉത്തരവാദിത്തങ്ങൾ നോക്കേണ്ടത് പുരുഷന്മാരാണ്. എന്താ അങ്ങനെ പറഞ്ഞത്? ഒന്നുമല്ല, ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദ്. അത് അള്ളടുത്ത പണിയാണ്. ചിലർക്ക് ചിലരേക്കാൾ ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. ആ ശ്രേഷ്ഠത ചിലപ്പം ചില രീതിയിൽ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെക്കാൾ ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഷാഫി റളിയല്ലാഹു തആല ദ്വാരക്കാൻ പറഞ്ഞയച്ച് നബി തംസീലിന്റെ അടുത്തേക്കാണ്. അത് ആത്മീയമായിട്ട് ഉയരുമ്പോഴാണ്. സമയം കിട്ടുകയാണെങ്കിൽ കുടുംബിനികളുടെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ പറയാം, നമ്മളൊക്കെ ഇസ്ലാം പഠിപ്പിച്ചാൽ ഇതിലൂടെ സഞ്ചരിക്കാൻ 100% തയ്യാറായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ദുനിയാവിൽ നമുക്ക് കാര്യം റാഹത്താകും, ആഖിറത്തിൽ അതിലേറെ റാഹത്താകും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടുമില്ലാത്ത കോലത്തിലാണ്. ഇനിയുള്ളൂ കല്യാണം കഴിയണത് വരെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് പിന്നെ നമ്മളെ ചെക്കന് പെണ്ണിട്ടണം. എന്താപ്പം എവിടെ എത്ര സ്ഥലത്തോ അന്വേഷിക്കാം, അമ്മ ഇക്കൂടെ ബാപ്പതി കൂടെ കാനോ കൂടെ ഭയങ്കര മണ്ഡല. എന്ത് കുഞ്ഞാപ്പൂരെ നമ്മളെ ബാപ്പട്ടിക്ക് ഭയങ്കര. കല്യാണം കെട്ട് കഴിഞ്ഞ് കുറച്ചൊക്കെ ഇവിടെ നിന്ന് പിന്നെ ഗൾഫൊക്കെ പോയി, അഥവാ പുറത്തെ ലവി നിയമൊക്കെ പാടെ പിടിച്ചിട്ട് ഇവർ ഉദ്ദേശിച്ച പോലെ പിന്നെ പൈസ കിട്ടിയതുമില്ല. മാത്രല്ല പണ്ടത്തെ പോലെയുള്ള ഇപ്പൊ 100 കിട്ടിയാൽ 25 റുപ്യ പെരയിക്കും, 25 റുപ്യ വെക്കും, 25 റുപ്യ മൊബൈൽ കാർഡ് ഏറ്റാ 25 റുപ്യ ചങ്ങന്മാരിപ്പം നടക്കാനും ആണല്ലോ. അപ്പൊ ഇതിന് കുറയുമ്പോഴേക്ക് തുടങ്ങി ഓനും ഓടും കോരം തന്നെ മാറി നിങ്ങള്. പിന്നെ അവിടെ മാറിക്കോലോ. കാരണം പിന്നെ നമുക്ക് ഇങ്ങനെ തോന്നുക നമുക്ക് കിട്ടണത് കുറഞ്ഞിട്ടുണ്ടോ, ഓനിങ്ങനെ അങ്ങട്ടെ അല്ലെങ്കിൽ ഓനിങ്ങനെ അങ്ങട്ടെ ഓളിങ്ങനെ അങ്ങോട്ട് പിടിച്ചാൽ തുടങ്ങി. ഇൻഷാല്ലാഹ് ചർച്ച എല്ലാം നമുക്ക് ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു തോന്നലിലേക്ക് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് എത്തുക. ആ എത്തുന്ന അവിടെയാണ് പരിശുദ്ധമായ ഇസ്ലാം ശരിക്കും പറയുന്ന പഠിപ്പിക്കുന്ന കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തം പഠിക്കേണ്ടത്. അർരിജാലു ഖവ്വാമൂന അലന്നിസാ, പെണ്ണുങ്ങളുടെ മേൽ കാര്യങ്ങളൊക്കെ നോക്കിപ്പോരേണ്ടവരാണ് പുരുഷന്മാർ. അത് പൊതുവെ കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അതിന്റെ അർത്ഥം എന്താണ്? സകല പെണ്ണുങ്ങൾ ഇങ്ങനെ വരച്ച വരമ നിർത്തണോ? അങ്ങോട്ട് ചില പുതിയാപ്പിളാൻ മനസ്സിലാക്കിയത്. പുതിയാപ്പിള എന്ന് പറഞ്ഞാല് വെറുതെ ചിരിച്ചു കൊടുക്കൂല, വെറുതെ വർത്താനം പറയില്ല, അഥവാ പറഞ്ഞാൽ തന്നെ കനള ജാതി പറയുള്ളൂ, അമ്മി വരല് നോക്കിയാ പറയുള്ളൂ. എന്തുകൊണ്ട്? വെയിറ്റ് കുറഞ്ഞു പോകുമോ, പെണ്ണുങ്ങളെ മുമ്പിൽ വെയിറ്റ് കുറഞ്ഞു പോകുമോ എന്നൊരു പേടി. എന്നാൽ അല്ലാഹു തആല അതേ ഖുർആനിൽ തന്നെ പഠിപ്പിച്ച വേറായത്ത് നോക്കുങ്ങൾ, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. അള്ളാന്റെ ഖുർആൻ അന്നിലെ പെണ്ണുങ്ങൾ അടക്കമൊക്കെ ഖുർആൻ കുറച്ച് ഓതണമെന്ന് പറഞ്ഞു. ആലോചിക്കുക, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണ്. 5 പൈസക്ക് പെണ്ണുങ്ങളല്ലാതെയാക്കിയെന്ന കാലത്താണ് മുത്തുനബി വന്നിട്ട് ഇതൊക്കെ പറഞ്ഞു. എങ്കിൽ പിന്നെ ആ മുത്തുനബിന്റെ പേരിൽ 10 സ്വലാത്ത് ദിവസം ചെല്ലാൻ മതിയാകുമോ? 100 ചെല്ലണ്ടേ? എന്നാ തന്നെ എവിടെയെങ്കിലും എത്തുമോ? ആലോചിക്കുക നിങ്ങൾ. അള്ളാഹു കൂടുതൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിൽ സ്വലാത്ത് ഇല്ല. നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഖുർആൻ പഠിപ്പിക്കുന്നു, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മേൽ ചില ആധിപത്യങ്ങളും അധികാരങ്ങളൊക്കെ ഉണ്ടെങ്കിലേ അതുപോലെ പെണ്ണുങ്ങൾക്ക് ഇങ്ങോട്ടും ഉണ്ട്. അതുങ്ങൾ മനസ്സിലാക്കണോ? നിങ്ങൾ അങ്ങനെ ചവിട്ടിത്താഴ്ത്താനൊന്നും പറ്റൂല. ആണ് പെണ്ണു എന്ന് പറഞ്ഞ് ഭാര്യ എന്ന് പറഞ്ഞ് പുരുഷന്മാർ അർരിജാലു ഖവ്വാമൂന അലന്നിസാ. ഇത് അങ്ങനെ ഉണ്ട്. ചില ചെറുപ്പക്കാർ ഈ ആയത്തിന് പഠിച്ചും കാണാതെ എന്നിട്ട് ഓൻ പറഞ്ഞ ഒക്കെ കേട്ടില്ലെങ്കിൽ അർരിജാലു ഖവ്വാമൂന അലന്നിസാ പെണ്ണുങ്ങളായ പെണ്ണുങ്ങളെ ഈ ആയത്തുകളും പഠിച്ചു. ഏത് സംവാദം ഉണ്ടാക്കാനല്ല ഞാൻ പറയാ, ഇടക്ക് തമാശക്കൊക്കെ. അങ്ങനെ ഇസ്ലാമിക ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ഇതിങ്ങനെ കട്ടിയിലും കനത്തിലും ഇങ്ങനെ നിൽക്കേണ്ടതല്ല ഇസ്ലാമിക ജീവിതം. കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷം. അത് നമ്മൾ വിഷയം കണ്ടില്ലേ നിങ്ങൾ? ഇസ്ലാമിക ജീവിതം, ഇസ്ലാമിക കുടുംബം, അത് സന്തുഷ്ട കുടുംബം എന്നാണ്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതും അങ്ങനെ തന്നെയല്ലേ. അതായത് ഭർത്താക്കന്മാർ അങ്ങോട്ടാണെങ്കിലും ഭാര്യ ഇങ്ങോട്ടാണെങ്കിലും ആശിറൂഹുന്ന ബിൽ മഅറൂഫ്. ഖുർആന്റെ കൽപ്പന ആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ നല്ല നല്ല കയറ്റങ്ങളുമായിട്ട് പെരുമാറണോ.
ഒരു കമ്പനിയായിട്ട് പോണോന്നാ, ആധികാരികമായിട്ട് ശബ്ദിക്കണമെന്നല്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിച്ചു, ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു മാതൃകാ ദമ്പതിമാരെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലേ. മഹാനവറുകള് കല്യാണം കഴിക്കുന്നത് ഉന്നത കുടുംബത്തിൽപ്പെട്ട മുത്തു റസൂലുള്ളാഹിന്റെ മകളെയാണ്. ആ കല്യാണത്തിന്റെ കോലം നാളെ നമുക്ക് ചർച്ച ചെയ്യാം. കാരണം കല്യാണം മുട്ടായി കൊടുക്കലും തക്കാരും അമ്മായിന്റെ തക്കാർ അടുപ്പ് കാണുന്നതൊക്കെ നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. അവിടെ വെച്ചിട്ട് ആ കാര്യങ്ങൾ ഞാൻ പറയാം. അതേസമയത്ത് ഇവിടെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവിനെ കല്യാണം കഴിക്കുന്നത് ഉന്നത കുടുംബത്തിൽപ്പെട്ട മുത്തു റസൂലുള്ളാഹിന്റെ മകളെയാണ്, പൊന്നാര മോളെ. ആ കല്യാണം കഴിച്ചിങ്ങനെ സൗദത്തിൽ ജീവിക്കുമ്പോ ഇടയ്ക്ക് അലിയാർക്കൊരു പരിപാടിയുണ്ട്. ഫാത്തിമാൻ ഒന്നും ചൂടാക്കും. അതൊക്കെ രസമാണ്. കാരണം ഞാൻ പറഞ്ഞു, പുതിയാപ്പിള അറിയുമ്പോഴേക്കും ഇങ്ങനെ അമ്മിക്കുട്ടി ഇങ്ങനെ മൂപ്പര് വരുമ്പോഴേക്കും ഓൾ ഇങ്ങനെ പേടിച്ചിട്ട് ഇങ്ങനെ ഓൾ നിൽക്കുക, ഓള് വല്ലതും പറഞ്ഞ ഓൺ എടുത്തിയാടുക, അങ്ങനെയൊക്കെ നമ്മളെ കുടുംബശൈലി. അത് കണ്ടിട്ടാ പിന്നെ കുട്ടികളും വരുന്നത്. അപ്പൊ കുട്ടികളും മനസ്സിലാക്കുക, ഞാൻ പൊന്നിട്ടാകുമ്പോഴേക്കും കുറച്ച് ദേശീയ കൂടുതൽ വാങ്ങണം, കുറച്ച് ചൂടാലൊക്കെ ഒന്ന് പഠിച്ചണം, ആ രീതിയിൽ ഇങ്ങനെ മനസ്സിലാക്കി വരികയാണ്. അല്ല, അത് കമ്പനിയായിട്ട് പോകേണ്ടതാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പൊ വന്നപ്പോ ഫാത്തിമ ബീവി അടുക്കളയിൽ എന്തോ പണി ഇങ്ങനെ എടുക്കുകയാണ്. ആ പണി ഇങ്ങനെ എടുക്കുമ്പോ അലിയാർക്ക് ഒരു തോന്നലിങ്ങനെ, ഫാത്തിമാൻ ഒന്നാം ചൂടാക്കട്ടെ. ഇപ്പൊ മൂപ്പര് വെറുതെ ഒരു പാട്ട് അപ്പം അങ്ങനെ ഉണ്ടാക്കി. നമുക്കുണ്ടല്ലോ പണ്ട് ഇങ്ങനെ ഈ പത്തിരി ചുട്ടാനെ ഇത്തിരി കട്ടി എടുത്താന്നൊക്കെ പറഞ്ഞ പണ്ട് പെട്ടിപ്പാട്ട് പാടേ എന്ന് പറഞ്ഞ മാതിരി അലി റളിയല്ലാഹു തആല അൻഹു ഒരു നല്ല പാട്ട്. എന്താ പാട്ട് പാടുന്നത്? ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ ഉത്തരം ചെയ്തമാരാ. അലിയാര് വെറുതെ ആണ് ചൂടാക്കാനായിട്ട് പറയുന്നത്. ഈ സ്ത്രീ എന്ന് പറയുന്ന വർഗം തന്നെ ശൈത്താൻ പിടിച്ച വർഗാണ്. നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനി. ഈ ശൈത്താന്മാരായ പെണ്ണുങ്ങളെ തൊട്ട് ഞാൻ പടച്ചോനോട് കാവലിനെ തേടുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളെ കുടിക്കാരത്തിനോടൊക്കെ പെരിക്കാണ് കയറി ചെല്ലുമ്പോഴേ ഈ പെണ്ണുങ്ങൾ ചെയ്താൻ പിടിച്ച സാധനങ്ങളാ എന്ന് പറഞ്ഞാൽ ബടിമല പാമ്പ് മരിനെ കടപ്പടപ്പോലെ വന്നിട്ട് ഇതൊക്കെ ആരോടെങ്കിലും ഉണ്ടാവേ റഹ്മാനായ റബ്ബേ. പിന്നെ ഇവിടെ ചെവിടും കണ്ണും കാണാൻ കേൾക്കാൻ കഴിയില്ല. ഉറപ്പല്ലേ? ഇവിടെയല്ലോട്ടെ, നമ്മളെ ഈ പരിസരത്തുള്ള ഭാര്യമാരൊന്നും അങ്ങനെ ചൂടാവൂല. അതേ സമയത്ത് ദൂരത്തുപോലെ പറ്റിയെന്ന് മനസ്സിലാക്കി. ഇങ്ങനെയല്ലേ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഈ പെണ്ണുങ്ങളൊക്കെ ശൈത്താന്മാരാണ്, ഞാൻ ശൈത്താനെ തൊട്ട് കാവലെ ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അടുക്കളയിൽ പണിയെടുക്കുന്ന ബീവി ഫാത്തിമത്ത് സുഹ്റ, പെണ്ണുങ്ങളെ നിങ്ങൾക്ക് മാതൃകയാണ്. തമാശി കൂടെ ഭർത്താവ് ഇങ്ങോട്ട് പറഞ്ഞാ തമാശി കൂടെ അങ്ങോട്ടും പറയണ്ടേ, ചീത്ത പറയല്ല. അതിങ്ങനെ പിന്നെ വണ്ടി ഓവർടേക്ക് ചെയ്ത് കേറുന്ന സമയത്ത് ഒരുത്തൻ എന്ത് ചെയ്തു, ലൈറ്റാണ് ഇട്ട് കൊടുത്തു വണ്ടി. അപ്പൊ മറ്റോ എന്ത് ചെയ്തു ആരെങ്കിലും മൈൻഡ് ചെയ്യാതെ ഇങ്ങോട്ട് വന്നു, പരസ്പരം മുട്ടിയപ്പോ ഇവൻ അറിഞ്ഞിട്ട് ചൂടാകല. അവൻ തനിക്ക് കണ്ടുകൂടെ, എന്റെ കണ്ടുകൂടെ എന്നുള്ളത്, എന്റെ സീയുടെ ലൈറ്റ് ഇങ്ങോട്ട് റൂമിൽ കയറിയതല്ലേ. അപ്പൊ ഞാൻ ലൈറ്റ് ഇട്ട് കണ്ടില്ലേ, ഞാൻ പേപ്പർ ഇട്ട് കണ്ടില്ലേ ചോദിച്ചു. അപ്പൊ എന്താ ലൈറ്റ് ഇട്ടാ ഞാൻ കോട്ടയെന്ന് അതിന്റെ അർത്ഥം, പേപ്പർ ഇട്ടാ പറ്റൂലെന്ന് അതിന്റെ അർത്ഥം കഴിഞ്ഞില്ല അവിടെ. പിന്നെ അവിടെ ചിരിക്കല്ലാതെ ഒരു മാർഗമില്ല. പിന്നെ അവനാന്റെ വണ്ടി കേടുന്നവനാ നന്നാക്കുക, അങ്ങനെയാണ് അതിന്റെ പരിപാടി. ഇതേപോലെ ഭാര്യയും ഭർത്താവും പരസ്പരം ഉണ്ടാകേണ്ടത് അങ്ങനെയൊക്കെയാണ്. അതായത് അഥവാ തമാശയിൽ പറഞ്ഞ തമാശയിലൊന്നും അങ്ങോട്ട് പറയാൻ പറ്റുക. ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് സുഹ്റ റളിയല്ലാഹു തആല അൻഹയോട് ഇന്നന്നീസാ ശയാത്തീനും ഖുലിഖ്ന ലനാ നഊദു ബില്ലാഹി മിൻ ശർരി ശയാത്തീനി. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞ ശൈത്താൻ പിടിച്ചവരാണ്, ഞാൻ അവരെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു. ഈ പാട്ടങ്ങ് പാടിയപ്പോ അതേ ട്യൂണിൽ ഫാത്തിമത്ത് സുഹ്റ ബീവി റളിയല്ലാഹു അൻഹ അതാ ഇങ്ങോട്ട് തിരിച്ചടിക്കുന്നു. ഇന്നന്നീസാ റയാ ഹീനും ഖുലിഖ്ന ലക്കും വ കുല്ലുക്കും തസ്തഗി ശമ്മർ റയാഹീനി. ഇന്നന്നീസാ റയാ ഹീനും ഖുലിഖ്ന ലക്കും. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ആണുങ്ങളായ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പനനീർ പുഷ്പങ്ങളാണ്. വകുല്ലുകും തസ്തഹീ ശംബറയാഹീനി.
നിങ്ങൾ പുരുഷന്മാരാകുന്ന നിങ്ങൾ ഓരോരുത്തരും ആ റോസാപ്പൂ ഒന്ന് മണക്കാൻ കിട്ടിയെങ്കിൽ ഒന്ന് കൊതിച്ച് ഇങ്ങനെ നടക്കുക. എന്നിട്ട് നിങ്ങളപ്പി പറയണത് പിന്നെ അലിയാർ അവിടെ തോറ്റുകൊടുത്തു. പിന്നെ അവിടെ ഉപചോദ്യം ചോദിച്ചിട്ട് ഇടങ്ങറക്കാൻ പാടില്ല, അത് മുഖാമുഖത്തിലാണ്. ഇതങ്ങനെയല്ലല്ലോ, ഇത് സ്നേഹസംവാദമാണ്. സ്നേഹസംവാദം മുഖാമുഖം തമ്മിൽ മാറ്റമുണ്ട്. അപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവിയും തമ്മിൽ നടത്തിയ ഒരു സൗഹൃദ സംഭാഷണം കണ്ടുങ്ങളും ഇതാ ഭാര്യയും ഭർത്താവും, ഇതാണ് ഭാര്യയും ഭർത്താവും. ഇത് എവിടുന്ന് കിട്ടിയെന്ന് അറിയങ്ങള്? എവിടുന്നാ കിട്ടിയത്? ഇത് കിട്ടിയത് മുഹമ്മദുർ റസൂലുള്ളാഹി ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് മാതൃക മുത്തുനബി തങ്ങളാണ്. എന്റെ നബിത്തങ്ങളിലൊക്കെ കുടുംബജീവിതം എങ്ങനെ നോക്കിയാൽ സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി പറയുന്നുണ്ടല്ലോ, ഒരു ദിവസം വെറുതെ സുബൈക്കാരൊക്കെ കഴിഞ്ഞ് ആൾക്കാരൊന്നുമില്ല, ഒഴിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ ആയിഷ ബീവിയുടെ അടുത്തേക്ക് റസൂൽ അങ്ങനെ ചെന്നു. അപ്പൊ ആയിഷ ബീവി ഒന്ന് ചെറിയ കുട്ടിയാണല്ലോ, കളിക്കുന്ന പ്രായമാണ്. അങ്ങനെ ഒപ്പം നടക്കുകയാണ്, ആരുമില്ല, ഒഴിഞ്ഞ സ്ഥലം. അപ്പൊ അല്ലാഹു റസൂൽ ചോദിച്ചു, അല്ല ആയിഷ, നമ്മളൊരു ഓട്ട മത്സരം നടത്തിയാലോ? ആയിഷ ബീവി കുട്ടിയാണ്, ആ ഒരു പ്രായമല്ലേ, ഞാൻ നടത്താന്ന്. റെഡി, 1 2 3 വിട്ട്, രണ്ടാളും വിട്ടു. സുബ്ഹാനല്ലാഹ്. ആയിഷ ബീവി കുട്ടിയായതുകൊണ്ട് ഒരൊറ്റ പോക്കാണ്. ആ പോക്ക് റസൂലുള്ളാഹി തങ്ങൾക്ക് അങ്ങനെ എത്താൻ കഴിഞ്ഞില്ല. ബേക്കിൽ വന്ന ആയിഷ ബീവി ഇങ്ങനെ ചിരിച്ചിട്ട് വന്നപ്പോ എന്തായി, ഞാൻ ജയിച്ചില്ലേ വെച്ചു. അള്ളാഹു റസൂൽ ചിരിച്ചു. അവിടെ നമ്മൾ തോറ്റു കൊടുക്കേണ്ടത് തോറ്റു കൊടുക്കണം, എല്ലായിടത്തും ജയിക്കാനെ വേണം. അത് നടക്കൂല. ഇപ്പൊ ചെറിയ കുട്ടികളെ മുമ്പിൽ നമ്മൾ തോൽക്കലില്ലേ? ഇപ്പൊ കൊച്ചു കുട്ടികൾ എടുക്കുമ്പോ നമ്മളെങ്ങനെ വർത്താനം പറയല്? നമ്മളിങ്ങനെ സാഹിത്യത്തിൽ ഇങ്ങനെ, ഓ മോളെ എന്തായി നിന്റെ വിശേഷം, ഇങ്ങനെ മറ്റേ ടിക്കിന്റെ ആ വർത്താനം നമ്മൾ പറയണത് മാമു ആണോ? എവിടെ മാമുവാന പ്രയോഗമുള്ളൂ അല്ലേ? എന്താ ചോറാണോ എന്ന് വെച്ചൂടെ? നമുക്ക് ഭക്ഷണം വേണോ എന്ന് ചോദിക്കല്ലേ നമ്മൾ? ഇല്ല, അത് വലിയവരോട് ചോദിക്കുമ്പോ ചെറിയ കുട്ടികൾ മാമു ചോദിച്ചോ, അങ്ങനെ അവിടെ നമ്മൾ താന്നു കൊടുക്കുക. ഇത് നമ്മൾ പഠിക്കണം. അപ്പൊ താവാൻ പഠിക്കേണ്ടടുത്ത് താവേണ്ടടുത്ത് താവണം, അങ്ങനെ തന്നെയല്ലേ? കുനിയേണ്ട അടുത്ത് കുനിയണോ? കുനിയേണ്ട അടുത്ത് കുനിഞ്ഞിട്ടില്ലെങ്കിൽ അബദ്ധം പറ്റും. അത് മറ്റോ കുനിയച്ച് നോക്കിക്കണ്ടവൻ. ഇയാള് പറഞ്ഞ മാതിരി ഒരുത്തൻ നോക്കുമ്പോ അങ്ങനെ ഓന്റെ നെറ്റിമൊരു മുറി ഉണ്ട്, ഭയങ്കര മുറി. ഇത് എവിടെ വെച്ച് കുത്തിയതാണോ ഉറപ്പാ. അപ്പൊ എങ്ങനെ എന്തെവിടെ നെറ്റിമ മുറിയാണ്? കൊമ്പ് പറ്റിയതാണ്. എവിടുന്ന് വെച്ച് ഞാൻ ആനപ്പുറത്ത് അങ്ങനെ പോകുകയാണ്. ആനപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോ മരത്തിന്റെ കൊമ്പ് തട്ടണമെങ്കിൽ വണ്ടിയൊക്കെ പോകുമ്പോ തട്ടല് സ്വാഭാവികമാണ്. ഈ ആന സ്പീഡ് കുറഞ്ഞ സാധനമല്ലേ, അതിന്റെ പുറത്തിങ്ങനെ പോകുമ്പോ കൊമ്പട്ടിട്ട് കോലത്തിന് മുറിയാവണമെങ്കിൽ. അപ്പൊ ഈ കണ്ടിട്ടില്ല ഇതിന് കൊമ്പ് വെച്ച്, കൊമ്പൊക്കെ ഞാൻ കണ്ടില്ലേ. പിന്നെ എന്ത് അവിടെ എത്തിയപ്പോൾ കുഞ്ഞൂടിന് ഞാൻ ആന കുഞ്ഞേക്കൊന്ന് വിചാരിച്ചു. നിങ്ങള്